മറ്റാരുണ്ട് LDF അല്ലാതെ? ആ സ്നേഹമെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് FCRAയുടെ വാള് കാണിച്ച് ന്യൂനപക്ഷങ്ങളാകെ ഇതുപോലെ ആശങ്കപ്പെടുത്തിയിട്ട് അതിനൊടുവ് പറഞ്ഞിരിക്കുകയാണ് തൽക്കാലം അത് മരവിപ്പിക്കുമെന്ന്. അത് നാടകമാണ്, അയഭാഷാണ്. വിദേശ പണം ആര് പറ്റിയാലും അതിന് കണക്ക് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, നിർബന്ധമായിട്ടും വേണം, തർക്കമില്ല. പ്രധാനമന്ത്രി മോദി മൻ കി ബാത്തിൻ്റെ മാത്രം ആളാണ്. ആ മൻ ആരുടേതാണ്? മിക്കവാറും അദ്ദേഹത്തിൻ്റെ മനസ്സ് ട്രംപിൻ്റെ മനസ്സാണ്, നെതന്യാഹുവിൻ്റെ മനസ്സാണ്. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും മനസ്സുള്ള മോദി, അദാനിയുടെയും അംബാനിയുടെയും മനസ്സുള്ള മോദി ആ മനസ്സിൻ്റെ ബാത്താണ് പറയുന്നത്. അത് കേട്ടാൽ ആർക്കും ചോദ്യമുണ്ടാകാം, അങ്ങോട്ട് ചോദിക്കാൻ. അത്തരം ചോദ്യം കേൾക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. എനിക്കറിയാം അദ്ദേഹം ഇഷ്ടപ്പെടാൻ വഴിയില്ല, പക്ഷെ ആ ചോദ്യം ചോദിച്ചേ മതിയാവുള്ളൂ. അതറിഞ്ഞുമല്ല, FCRAയെ പറ്റിയാണ്. ന്യൂനപക്ഷ പ്രേമം കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കും അറിയാമത്. എല്ലാ ക്രിസ്തീയ മത അധ്യക്ഷന്മാരെയും ഡൽഹിക്ക് വിളിച്ച് അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ച് അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിൻ്റെ വൻകഥകളൊക്കെ. അതെല്ലാം നാടകങ്ങളാണ്. വാസ്തവം പറഞ്ഞാൽ RSSൻ്റെയും BJPയുടെയും ന്യൂനപക്ഷ സ്നേഹം മുഴുവനും തെളിയിക്കുന്നത് ആ പാർട്ടി, ആ സംഘടന BJP ആൻഡ് RSS അവർ ആട്ടിൻ തൊലിട്ട ചെന്നായ്ക്കലാണെന്നാണ്. ചെന്നായ്ക്കൾ ഇങ്ങനെ ആട്ടിൻ തൊലിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചു പേർക്ക് തോന്നും അത് ആട്ടിൻകുട്ടിയാണെന്ന്. ആ ചിന്ത കൊണ്ട് അപൂർവം ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈപ്പത്താനും പോയിട്ടുണ്ട്. അവർ സത്യം പറഞ്ഞാൽ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചവരാണ്. ഒരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല് പറഞ്ഞത് നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്നായിരുന്നു. അത് പ്രതീക്ഷിച്ച മത അധ്യക്ഷന്മാർക്കെല്ലാം ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും. ഏത് ആട്ടിൻ തോലണിഞ്ഞാലും ശരി, ചെന്നായ തന്നെയാണ്. അത് പുള്ളിപ്പുലിയുടെ ഈ പുള്ളികളൊന്നും വൈറ്റ് വാഷ് ചെയ്താൽ മാഞ്ഞു പോകില്ല. അത് പുള്ളി ഉണ്ടായിരിക്കും അവിടെ. അതുകൊണ്ട് ചോദ്യം ഇതാണ്, ആ സ്നേഹമെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് FCRAയുടെ വാള് കാണിച്ച് ന്യൂനപക്ഷങ്ങളാകെ ഇതുപോലെ ആശങ്കപ്പെടുത്തിയിട്ട് അതിനൊടുവ് പറഞ്ഞിരിക്കുകയാണ് തൽക്കാലം അത് മരവിപ്പിക്കുമെന്ന്. അത് നാടകമാണ്, അയഭാഷാണ്, കൺകെട്ട് വിദ്യയാണത്. FCRA ബിൽ മരവിപ്പിച്ചാൽ പോരാ, FCRA ബിൽ സമ്പൂർണ്ണമായി പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം, കേരളത്തിൽ വെച്ച് പറയണം. എളുപ്പമല്ല അവർക്ക്. FCRAയുടെ ലക്ഷ്യം എന്താ? വിദേശ പണം ആര് പറ്റിയാലും അതിന് കണക്ക് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, നിർബന്ധമായിട്ടും വേണം, തർക്കമില്ല. ഇപ്പം തന്നെ നിയമങ്ങളുണ്ട്. അതിനെല്ലാം പുറമേ ഒരു പുതിയ നിയമത്തിലെ വ്യവസ്ഥ എന്താ? ഇത്തരം സ്ഥാപനങ്ങളെയെല്ലാം മതന്യൂനപക്ഷങ്ങളും ചില NGOകളും നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിലാകെ, ആയിരക്കണക്കിന് വന്നേക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വൃദ്ധസദനങ്ങൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, അങ്ങനെ പലതുമുണ്ട്. അതൊക്കെല്ലാം കിട്ടുന്ന പണത്തെപ്പറ്റിയുള്ള വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു സംശയം
ഉദ്യോഗസ്ഥന് തോന്നിയാൽ ആ സ്വത്തെല്ലാം ഇവർ പിടിച്ചെടുക്കുമത്രേ. ഇത്രയും നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ളൊരു ബില്ല് ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെയെല്ലാം ഭയപ്പെടുത്തി പാട്ടിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഭയപ്പെടാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചു. അതുപോരാ. ഇതൊന്നും യാദൃച്ഛികമല്ല. BJPയുടെ ഓരോ നീക്കത്തെയും നയിക്കുന്നത് RSS ആണ്. അവരെ നയിക്കുന്നത് ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. അതിന് സത്യം പറഞ്ഞാൽ ഹിന്ദുമതവുമായിട്ടൊരു ബന്ധവുമില്ല. സാദൃശ്യമുള്ളത് പേരുകൊണ്ട് മാത്രമാണ്. പേരുകൊണ്ട് മാത്രം ഹിന്ദുമതവുമായി സാദൃശ്യമുള്ള ഹിന്ദുത്വം എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഐഡിയോളജിയാണ് അവർ നയിക്കുന്നത്. ഈ പ്രത്യയശാസ്ത്രം മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും ഐഡിയോളജിയുടെ ഇന്ത്യൻ പതിപ്പ് മാത്രമാണ്. അതിൻ്റെ അടിയിലുള്ളത് ഈ പറയുന്ന വിരോധമാണ് ടുവേഴ്സ് ദ മൈനോറിറ്റീസ്. ന്യൂനപക്ഷ വിരോധത്തിൻ്റെ മാത്രം അടിത്തറമേലാണ് RSSൻ്റെ ഈ പറയുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത്.